സൈക്കിളിൽ തനിച്ച് വരുന്നുണ്ട്. ഓക്കെയാലോ? ഇയാൾക്കെന്താ കണ്ണില്ലേ? ഓ, ഇയാളായിരുന്നോ? ഏതാടവൻ? നമ്മളെ പോലെ അവളെ പാട്ടിലേക്കാൻ വന്നവനായിരിക്കും. 2 എണ്ണം പൊട്ടിച്ചാ അവനങ്ങ് പൊയ്ക്കോളൂ. വേണ്ട, അവൻ ആരാണെന്നറിയാതെ അടുത്ത് നിന്നാ നമ്മൾ ചിലപ്പോൾ ആപ്പിലാവും. അത് ശരിയാ. അവൻ പോയിട്ട് നമുക്ക് അവളുടെ അടുത്തേക്ക് പോവാം. എന്നെ മനഃപൂർവ്വം വണ്ടി ഇടിക്കാൻ വന്നതായിരിക്കും. പഴയ കുറെ ദേഷ്യം ഉണ്ടല്ലോ എന്നോട്. ദേഷ്യം? നിന്നോടോ? അറിവില്ലാത്ത കുട്ടികളോട് ഞാൻ ദേഷ്യപ്പെടാറില്ല, സഹതപിക്കാറേ ഉള്ളൂ. ഞാൻ ഒന്നും അറിയാത്ത മണ്ടിയാണെന്നാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത്? കുറെ കാര്യങ്ങളിൽ നല്ല ബുദ്ധിയൊക്കെ ഉണ്ട്, പക്ഷേ ചില കാര്യങ്ങളില് മണ്ടി തന്നെ. ഉദാഹരണത്തിന്, എന്നെ ഇവിടെ കണ്ടിട്ട് നീ ചൂടാവുന്നു, പക്ഷേ കാണേണ്ടവരെ നീ കാണുന്നുമില്ല. ചൂടാകേണ്ടവരോട് ചൂടാകുന്നുമില്ല. ചുറ്റും നടക്കുന്ന ഒന്നും കൃത്യമായി മനസ്സിലാക്കാൻ കഴിയാത്തവരെ മണ്ടീന്ന് തന്നെയാ വിളിക്കേണ്ടത്. സമ്മതിച്ചു, ഞാൻ മണ്ടി തന്നെയാ. വഴിന്ന് ബൈക്ക് മാറ്റ്. ഇവിടെ കിടന്ന അഭ്യാസം കാണിച്ചാലുണ്ടല്ലോ, ഞാനൊന്ന് വിസിലടിച്ചാ മതി, എന്റെ ഫ്രണ്ട്സ് വെട്ടുകിളികളെ പോലെ പറന്നു വരും. ഒരൊറ്റ എല്ല് പോലും അവര് ബാക്കി വെക്കില്ല. നിങ്ങളെന്താ എന്നെ പേടിപ്പിക്കാണോ? പേടിക്കണം. ഈ ഏരിയ കിടന്ന് തെമ്മാടിത്തരം കാണിക്കുന്നത് ആരായാലും പേടിക്കണം. തല്ലാൻ ഒരു അവസരം കിട്ടിയ കോതി തീരം വരെ അവര് തല്ലും. വീട്ടിലുള്ളവര് വന്ന് വള്ളിക്കൊട്ടയിൽ വാരിക്കൊണ്ട് പോകേണ്ടി വരും. ഇനി നമ്മളോട് നിന്നാ അവനവന്റെ ആൾക്കാരെ വിളിച്ചു വരുത്തും. എന്നെ പോലൊരു പെൺകുട്ടിയുടെ മുഖത്ത് നോക്കി വീമ്പ് പറയാൻ നാണോ ഇല്ലേ ഇയാൾക്ക്? രാത്രി സമയത്തൊരു പെൺകുട്ടിയെ വഴിയിൽ തടഞ്ഞു നിർത്തുക. തെമ്മാടികൾ മാത്രമേ അത് ചെയ്യൂ. ഞാൻ നിന്നെ വഴിയിൽ തടഞ്ഞു നിർത്തിയൊന്നുമല്ലേ, ബൈക്ക് തെന്നി വീഴാൻ പോയപ്പോ ഞാൻ നിർത്തിയതാ. നിങ്ങൾ പറഞ്ഞതുപോലെ ഞാൻ മണ്ടിയൊന്നും അല്ല. നിങ്ങൾ പറഞ്ഞത് പച്ചക്കള്ളാണെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ എനിക്കുണ്ട്. കൃത്യം എന്റെ മുന്നിൽ എത്തിയപ്പോ തന്നെ ബൈക്ക് തെന്നി വീഴാൻ പോയത്ര. നട റോഡിൽ കിടന്ന് നിന്നോട് തർക്കിക്കാൻ എനിക്ക് താല്പര്യമില്ല. സൈക്കിൾ എടുക്ക, ഹോസ്റ്റൽ വരെ ഞാനും നിന്റെ കൂടെ വരാം. എന്തിനാ എന്റെ കൂടെ വരുന്നത്? ഹോസ്റ്റലിൽ പോവാൻ എനിക്കറിയാം. ഞാൻ എന്നും പോകുന്ന വഴിയായത്. എന്നാ പോവാ, ഞാനും നിന്റെ പുറകെ വന്നോളാം. നിങ്ങൾ എന്തിനാ എന്റെ പുറകെ വരുന്നത്? അതാ എനിക്ക് മനസ്സിലാവാത്തത്. അതാ ഞാൻ കുറച്ചു മുന്നേ നിന്നോട് പറഞ്ഞത്, പലതും മനസ്സിലാക്കാൻ കഴിയാത്ത മണ്ടിയാണ് നീയെന്ന്. മനസ്സിലാവുന്നുണ്ട്. നിങ്ങൾ എന്റെ പുറകെ വരും എന്ന് പറഞ്ഞതിന്റെ കാരണം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എത്ര മണ്ടിയാണെങ്കിലും ഏത് പെൺകുട്ടിക്കും അത് മനസ്സിലാവും. നടു റോഡിൽ കിടന്ന് ഇങ്ങനെ തർക്കിക്കാൻ എനിക്ക് താല്പര്യമില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഹോസ്റ്റലിൽ എത്തുന്നത് വരെ നിന്റെ പുറകെ ഞാനും ഉണ്ടാവും, നീ സമ്മതിച്ചാലും ഇല്ലെങ്കിലും. നീ വായിന്നൊക്കെയോടൊന്നും അത് പറഞ്ഞിട്ട് കാര്യമില്ല. പാർവതി, വേണമെങ്കിൽ ഇതുപോലെ ദിവസം ഞാൻ കൂടെ വരാം. എനിക്ക് സന്തോഷമേ ഉള്ളൂ. അതെനിക്കറിയാം. പെണ്ണുങ്ങളുടെ പുറകെ നടക്കുന്നത് ഇയാൾക്കൊരു വിനോദമാണല്ലോ. പ്രിയനെ ഈ വഴി കണ്ടിട്ട് കുറെ ദിവസം ആയല്ലോ. ഞാനിവിടെ വരാറൊക്കെ ഉണ്ട്, നിങ്ങൾ എന്നെ കാണുന്നില്ലെന്നേ ഉള്ളൂ. അല്ല, പ്രിയൻ എന്തെങ്കിലും പറഞ്ഞോ? ഒന്നുമില്ല, പിന്നെ കാണാൻ പോകുന്നേട്ടാ. ഓ ശരി.